ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ഒരു വർഷക്കാലം വിജയവാഡയുടെ പ്രദേശത്ത് എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുവാനായിട്ട് ദൈവം എന്നെ ഇടയാക്കി. പ്രത്യേകിച്ച് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു മാസമായിട്ട് ഞാൻ അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം തിരിച്ച് വിജയവാഡയിലേക്ക് അടുത്ത മാസം പകുതിക്ക് തിരിച്ച് പോകാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയോട് കൂടി ആരാധന നടത്തുവാൻ ദൈവം എന്നെ ഇടയാക്കി. പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എഴുന്നേറ്റ് നിന്നത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ നമ്മൾ പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ പോലെ കർത്തൃമേശയിൽ നിന്ന് അനേകർ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ഞാൻ. 2.5 വർഷമായിട്ട് ഇവിടുത്തെ കർത്തൃമേശയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പല പ്രാവശ്യം നമ്മുടെ പാസ്റ്ററിൻ്റെ അടുത്തും അസിസ്റ്റൻറ്റ് പാസ്റ്റർമാരുടെ അടുത്തും യൂണിറ്റ് ഉപദേശിമാർ ചിലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രതിവിധി കാണുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ അതിനൊരു പ്രതിവിധി തന്നിട്ടില്ല എനിക്ക്. ആ പ്രതിവിധി തന്നാൽ എനിക്ക് പ്രാഗൽഭ്യത്തോടെ ഇവിടെ കർത്തൃമേശയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, 2 ദിവസം മുമ്പ് ഞാൻ ഒരു ഇൻ്റർവ്യൂ കാണുവാനിടയായി തീർന്നു. എൻ്റെ ഒരു സംശയം മാത്രമാണ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്. ആഭരണം യൂസ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ആഭരണം യൂസ് ചെയ്യുന്നതിനകത്ത് തെറ്റില്ല, അത് IPCയുടെ വലിയൊരു മിസ്റ്റേക്കായിരുന്നു. ആ സമയത്ത് ആഭരണം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ പാസ്റ്റർ പറയാനിടയായി. ഞാനിപ്പോൾ വാച്ച് പോലും ഉപയോഗിക്കാത്ത ഒരാളാണ്. റാൻഡമായിട്ടാണ് വാച്ച് ഉപയോഗിക്കുന്നത്. ഇപ്പം എനിക്ക് മാല ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകൾ ആഭരണം ഉപയോഗിക്കുന്നതിനകത്ത് തെറ്റില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ആണുങ്ങൾക്ക് അവർക്ക് മാല, ഇപ്പോൾ ഇടിവള, മോതിരം അതൊക്കെ യൂസ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൂടെ പാസ്റ്റർ വിശദീകരിച്ചാൽ നല്ലതായിരിക്കുന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിൽക്കുന്നു. സ്നാനപ്പെടുന്നവര് ആഭരണം ഉപേക്ഷിക്കണമെന്നുള്ള നമ്മുടെ നാട്ടിലെ IPCയിലെ പഠനത്തിൽ വ്യത്യസ്തമായിട്ട് ആ ബൈബിൾ കോളേജിലെ ടീച്ചേഴ്സും അവിടുത്തെ സഭയും പഠിപ്പിച്ചിരുന്നത് സ്നാനപ്പെട്ടാൽ മതി, ആഭരണം അതുമായിട്ട് ബന്ധമില്ല, അതിന് ആഭരണം ഇടാം, ആഭരണം നീക്കണം എന്നൊരു ഉദ്ദേശം അവിടെ ഇല്ല. ഞാൻ തിരക്കിയപ്പോൾ അമേരിക്കയിലുള്ള മിക്ക സഭകളിലും വളരെ ചുരുക്കം സഭയിലെ കാണത്തുള്ളൂ സ്നാനപ്പെടുമ്പോൾ ആഭരണം ഊരണമെന്നുള്ള ഉപദേശം. അമേരിക്കക്കാരുടെ വെള്ളക്കാരുടെ സഭകളിൽ അതായിട്ട് എനിക്കറിയത്തില്ല. ആഭരണ നിഷേധം നമ്മുടെ ഒരു പ്രതിഷ്ഠയുടെ ഭാഗമാണ്. ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിഷ്ഠ എടുക്കുകയാണ്. ഇനി എനിക്ക് ആഭരണം വേണ്ട, അലങ്കാരങ്ങൾ വേണ്ട എന്നെടുക്കുന്ന പ്രതിഷ്ഠയുടെ ഭാഗമാണ് ആഭരണം ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാനും അത് തന്നെയാണ് പഠിപ്പിച്ചതും. 500-ൽ പരം വിശ്വാസികൾ ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന പ്രാദേശിക സഭയിലുണ്ട്. ഇവിടെ ഒരാളെപ്പോലും ആഭരണം ഇട്ടുകൊണ്ട് സ്നാനപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഓർത്തഡോക്സ് സഭയിലെ, സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ 5 വൈദികരെ പമ്പാ നദിയിൽ ഇറക്കി വിശ്വാസ സ്നാനം നൽകി. 5 വൈദികർക്കും സഭകളുണ്ട്. അതെല്ലാം പെന്തിക്കോസ് ഉപദേശമുള്ള സഭകളാണ്. അവരോട് ഒന്നും ആഭരണ നിഷേധത്തെക്കുറിച്ച് ആഭരണം ഉപേക്ഷിക്കണോ ഉപേക്ഷിക്കണ്ട എന്നോ പഠിപ്പിച്ചിട്ടില്ല. ആഭരണം ഉപേക്ഷിക്കുക, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് വേർപെട്ട് കൂട്ടായ്മ അടിച്ച് പ്രാർത്ഥന കഴിച്ച് അപ്പം നുറുക്കി പോരുന്ന അപ്പോസ്തോലികമായ ഉപദേശങ്ങൾ, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരവരുടെ ജീവിതത്തിൻ്റെ പ്രതിഷ്ഠയുടെ ഭാഗമാണ് എനിക്കിനി ആഭരണം വേണ്ട, ഞാൻ ആഭരണം ധരിക്കുന്നില്ല, എൻ്റെ ശരീരം ആഭരണം കൊണ്ട് അലങ്കരിക്കേണ്ട എന്ന് അവർ തീരുമാനിക്കുന്നു. ഇതാണ് എൻ്റെ പഠിപ്പിക്കുക. അതിന് വിപരീതമായിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. സ്നാനപ്പെട്ടവർ ആഭരണം വർജിക്കുക എന്നത് ചെയ്തു പോരുന്നൊരു കാര്യമാണ്. അത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാനില്ല. നിങ്ങളുടെ പ്രതിഷ്ഠയിൽ നിങ്ങൾ നിലനിൽക്കുക. നിങ്ങളങ്ങനെ പ്രതിഷ്ഠിച്ചവരാണെങ്കിൽ ആ പ്രതിഷ്ഠയിൽ ഉറച്ചു നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആർക്കെങ്കിലും എൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കാതെ വിഷമമുണ്ടായെങ്കിൽ അവരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു.